നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. മുണ്ടക്കയിൽ തളിർക്കുന്നു പുതുജീവിതം. ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട വീടുകൾ കൈമാറി മുഖ്യമന്ത്രി. വയനാട് ടൗൺഷിപ്പ് കെ രാജനെ ചേർത്തുപിടിച്ച് പൊട്ടിക്കരയുന്ന അമ്മ. വയനാട്ടിൽ നിന്നും ലോകം മുഴുവൻ കണ്ട കാരുണ്യത്തിന്റെ ഒരു ചിത്രം. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഗൾഫിൽ 4 മരണം. വ്യോമ പ്രതിരോധം ശക്തമാക്കിയതായി UAE ആയത്തുള്ള അലി റസ അറഫി, ഇറാന്റെ ഇടക്കാല പരമോന്നത നേതാവ്. ആവശ്യമെങ്കിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണം. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. തറക്കല്ലിലൊതുങ്ങാതെ കരുതൽ, മാതൃകയാകുന്ന സർക്കാർ ബദൽ. വാർത്തകളിലേക്ക് പോകാം. ആർത്തലച്ച മഴയിൽ ഉരുളെടുത്ത മുണ്ടക്കയിൽ പുതുജീവിതം തളിർക്കുന്നു. കൽപ്പറ്റയിൽ സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒന്നാം ഘട്ട പട്ടികയിലെ 178 കുടുംബങ്ങൾക്കാണ് വീട് കൈമാറിയത്. 1000 ചതുരശ്രടിയാണ് വിസ്തീർണം. 7 സെന്റിന്റെ പട്ടയം നൽകും. നിർമ്മാണം തുടങ്ങി 320 ദിനമാണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. 2024 ജൂലൈ 29 രാത്രി പുഞ്ചിരിമട്ടം പൊട്ടി ഒരു ജനതയാണ് ഒലിച്ചുപോയത്. വീണ്ടും ഒരുമിച്ച് ജീവിക്കണം എന്നതായിരുന്നു സർവ്വവും നഷ്ടപ്പെട്ടവരുടെ ആഗ്രഹം. അതിനൊപ്പം സർക്കാർ നിന്നു. അസാധ്യത്തെ സാധ്യമാക്കുന്ന ഇച്ഛാശക്തിയിലൂടെ അത് നേടി. ചുറ്റുമുതൽ ഗേറ്റ്, 11.42 കിലോമീറ്റർ റോഡ്, ഭൂഗർഭ വൈദ്യുത ജലവിതരണ ശൃംഖല, കുടിവെള്ള സംഭരണി, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, സോളാർ പാനൽ, ഗ്രീൻ സ്പേസ് എല്ലാം സജ്ജം. 64.47 ഹെക്ടറിൽ 410 വീടാണ് നിർമ്മിക്കുന്നത്. 304 വീടിൻ്റെ വാർപ്പ് പൂർത്തിയായി. ഏപ്രിലോടെ എല്ലാ വീടും കൈമാറും. ആരോഗ്യകേന്ദ്രം, അങ്കണവാടി, കമ്മ്യൂണിറ്റി സെന്റർ, പൊതുമാർക്കറ്റ്, ഉരുൾസ്മാരകം, ഓപ്പൺ തിയേറ്റർ, മൾട്ടിപർപ്പസ് ഹാൾ, ലൈബ്രറി, കളിയിടങ്ങൾ, വൈദ്യുതി സബ്സ്റ്റേഷൻ തുടങ്ങിയവയും നിർമ്മിക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായുള്ള EPC കൺസ്ട്രക്ഷൻ കരാറിലൂടെ 299 കോടി രൂപയാണ് വിനിയോഗിക്കുന്നത്. ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഗൾഫിൽ 4 മരണം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈത്ത് എന്നീ രാജ്യങ്ങളായാണ് മരണം. വ്യോമാക്രമണത്തിൽ UAE-യിൽ 3 പേർ മരിച്ചു. മരിച്ചവർ പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് സ്വദേശികളാണെന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണങ്ങളിൽ ഇതുവരെ 58 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 4 ജീവനക്കാർക്കും സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപവും ജനവാസ മേഖലകളിലും മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ഉണ്ട്. കുവൈത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യുസഹ് അൽ സബ സന്ദർശിച്ചു. രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. UAE-യുടെ വ്യോമ പ്രതിരോധ സംവിധാനം അക്രമങ്ങളെ അതിശക്തമായി പ്രതിരോധിക്കുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഞായറാഴ്ച ഇറാൻ്റെ 137 ബാലിസ്റ്റിക് മിസൈലുകളിൽ 132 എണ്ണവും 209 ഡ്രോണുകൾ 195 എണ്ണവും തകർക്കാൻ സേനയ്ക്ക് സാധിച്ചു. കഴിഞ്ഞ 2 ദിവസത്തെ ഇടെ ആകെ 541 ഡ്രോണുകളിൽ 311 എണ്ണവും 165 ബാലിസ്റ്റിക് മിസൈലുകളും 2 ക്രൂയിസ് മിസൈലുകളും വ്യോമസേന വിജയകരമായി തടഞ്ഞു. എന്നാൽ 21 ഡ്രോണുകൾ ജനവാസ കേന്ദ്രങ്ങൾ പതിച്ചതായി മന്ത്രാലയം അറിയിച്ചു. അക്രമങ്ങളെ തുടർന്ന് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി UAE-യിലെ വിദ്യാലയങ്ങളും സർവകലാശാലകളും മാർച്ച് 4 വരെ ഓൺലൈനായാണ് പ്രവർത്തിക്കുക. ദുബായ്, അൽ മക്തും വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അതിനിടെ ഇസ്രായേലിലെ ബീറ്റ് ഷെമേഷ് നഗരത്തിലുണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇവിടെ 27 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ആയത്തുള്ള അലി റസ അറഫി ഇറാന്റെ ഇടക്കാല പരമോന്നത നേതാവ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലീഡർഷിപ്പ് കൗൺസിലിന്റെ മേധാവിയായി ആയത്തുള്ള അലി റസ അറഫിയെ നിയമിച്ചു. ISNA വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുക എന്നതാണ് കൗൺസിലിന്റെ ലക്ഷ്യം. അലി റസ അറഫിയെ കൂടാതെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് ഗോലാം ഹൊസൈൻ, മൊഹസെനി എജയ് എന്നിവരാണ് ഈ താൽക്കാലിക സമിതിയിലെ മറ്റംഗങ്ങൾ. ഗാർഡിയൻ കൗൺസിലിലെ പുരോഹിത അംഗം കൂടിയാണ് അലി റസ അറഫി. വിദഗ്ധ സമിതി പുതിയ നേതാവിനെ കണ്ടെത്തുന്നതുവരെ ഗാർഡിയൻ സമിതിയാണ് ഭരണപരമായ മേൽനോട്ടം വഹിക്കുക. അമേരിക്കയ്ക്കെതിരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്തിരുന്ന നേതാവായിരുന്നു ഖമനേയി. അദ്ദേഹവുമായി ചേർന്നു പോകുന്നതാണ് അലി റസ അറഫിയുടെ നിലപാടുകളുമെന്നാണ് റിപ്പോർട്ടുകൾ. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ അലി റസ അറഫി തയ്യാറെടുക്കുന്നതായാണ് വിവരം. അതേസമയം ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പുതിയ മേധാവിയായി അഹമ്മദ് വാഹിദിയെ നിയമിച്ചു. മുൻ കമാൻഡർ ഇൻ ചീഫ് ജനറൽ മുഹമ്മദ് ഫക്ബൂർ
ശനിയാഴ്ച നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഈ അടിയന്തര നിയമനം. ഇറാന്റെ പ്രതിരോധം, രാഷ്ട്രീയം, സമ്പദ്വ്യവസ്ഥ എന്നിവയിൽ നിർണായക സ്വാധീനമുള്ള വിഭാഗമാണ് IRGC. രാജ്യത്തെ സാധാരണ സൈന്യത്തിൽ നിന്ന് സ്വതന്ത്രമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതിക്രൂരമായ കൊലപാതകം, അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനം. റഷ്യ. അതിക്രൂരമായ കൊലപാതകമാണ് ആയത്തുള്ള ഖമനേയിയുടേതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അന്താരാഷ്ട്ര നിയമത്തിന്റെയും മാനുഷികതയുടെയും തികഞ്ഞ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും പുടിൻ പറഞ്ഞു. മുൻകൂട്ടി തയ്യാറാക്കിയതും ഒരു പ്രകോപനവുമില്ലാതെയുമുള്ള ആക്രമണമാണ് ഇസ്രായേൽ US കൂട്ടുകെട്ട് നടത്തിയത്. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രവും ഐക്യരാഷ്ട്രസഭയിലെ അംഗവുമായ രാജ്യത്തെയാണ് ആക്രമിച്ചത്. നയതന്ത്രത്തിലേക്ക് തിരിച്ചുവരികയും സൈനിക നടപടി അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിൽ CBSE 10-12 പരീക്ഷകൾ മാറ്റിവെച്ചു. US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബഹ്റൈൻ, ഇറാൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ ഗൾഫ് രാജ്യങ്ങളിലും ഇറാനിലും 10-12 CBSE പരീക്ഷകൾ മാറ്റിവെച്ചതായി സെൻട്രൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അറിയിച്ചു. മാർച്ച് 2 തിങ്കളാഴ്ച നിശ്ചയിച്ചിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത്. US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി, UAE എന്നീ ഗൾഫ് രാജ്യങ്ങളിലും ഇറാനിലും 10-12 CBSE പരീക്ഷകൾ മാറ്റിവെച്ചതായി സെൻട്രൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അറിയിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും ബോർഡ് അറിയിച്ചു. പരീക്ഷ സംബന്ധിച്ച മാർച്ച് 3 ചൊവ്വാഴ്ച കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാർച്ച് 5 മുതൽ തുടർന്നുള്ള പരീക്ഷകൾ നടക്കുകയെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ സംഘർഷ മേഖലയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ആവശ്യമെങ്കിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. ബന്ധുക്കൾക്ക് പ്രവാസികളുമായി ബന്ധപ്പെടുന്നതിനായി ഹെൽപ്പ് ലൈനുകൾ ഒരുക്കുന്നത് ഉൾപ്പെടെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും കേന്ദ്രത്തിന് വാഗ്ദാനം ചെയ്യുന്നതായും മുഖ്യമന്ത്രി കത്തിലൂടെ അറിയിച്ചു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം നോർക്ക റൂട്ട്സ് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിൽ ഞായറാഴ്ച രാവിലെ 11:30 മണിവരെ 381 കോളുകളാണ് ലഭിച്ചത്. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ നോർക്ക ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടരും. വിദേശത്തു നിന്നും 137 പേരും രാജ്യത്തിനുള്ളിൽ നിന്നും 244 പേരും ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ടു. വിമാന സർവീസുകളുടെ നിലവിലെ സ്ഥിതി, റദ്ദാക്കലുകൾ, യാത്രാ നിർദ്ദേശങ്ങൾ, സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്നിവ സംബന്ധിച്ചായിരുന്നു കൂടുതൽ അന്വേഷണങ്ങളും. ഗൾഫ് മേഖലയിൽ നിന്നുമുള്ള ഒഴിപ്പിക്കൽ സാധ്യതകളും യാത്രാ സുരക്ഷയും സംബന്ധിച്ചും അന്വേഷണങ്ങൾ ഉണ്ടായി. നോർക്ക ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ട പ്രവാസി കേരളീയർ സുരക്ഷിതരാണ്. എന്നാൽ മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയും തുടർച്ചയായ ആക്രമണങ്ങളും ആശങ്ക വർദ്ധിപ്പിക്കുന്നതായും പ്രവാസികൾ സൂചിപ്പിച്ചു. വയനാട് ടൗൺഷിപ്പ് കെ രാജനെ ചേർത്തുപിടിച്ച് പൊട്ടിക്കരയുന്ന അമ്മ. വയനാട്ടിൽ നിന്നും ലോകം മുഴുവൻ കണ്ട കാരുണ്യത്തിന്റെ ഒരു ചിത്രം. സ്നേഹത്തിന്റെയും കരുതലിന്റെയും മാതൃകയാണ് മുണ്ടക്കയിൽ ചൂരൽമല ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ച വയനാട് ടൗൺഷിപ്പ്. പെരുമഴയത്തും മലവെള്ളപ്പാച്ചിലും ഒരു നാടൊന്നാകെ ഒലിച്ചുപോയതിനു മുന്നിൽ കേരളം ഒന്നാകെ പകച്ചുനിന്നു. ഇനി എന്ത് എന്ന ചോദ്യം അങ്ങോളമിങ്ങോളം ഉയർന്നു. മലവെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി ഇന്നിതാ ഒരു നാടിനെ തന്നെ തിരികെ നൽകിയിരിക്കുകയാണ് ഇടതു സർക്കാർ. വയനാട് ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന വേളയിൽ സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ കണ്ട ഒരു ചിത്രമുണ്ട്. മന്ത്രി കെ രാജനെ ചേർത്തുപിടിച്ച് കരയുന്ന 10 വയസ്സുകാരിയായ മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ചിത്രം. നൊന്തുപെറ്റ മകളെയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കിടപ്പാടവും കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. എല്ലാം നഷ്ടമായ ഒരമ്മ. അവർ മന്ത്രി കെ രാജനെ കെട്ടിപ്പിടിച്ച് നിർത്താതെ നിലവിളിച്ചപ്പോൾ മന്ത്രിയുടെ കണ്ണും നിറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് അവർക്കൊപ്പം ഉണർന്നിരുന്ന സർക്കാർ ആ വാക്ക് നിറവേറ്റിയ ഈ ദിവസം അവരോടൊപ്പം ആശ്വാസത്താൽ കണ്ണു നിറഞ്ഞത് നിരവധി ആളുകൾക്കായിരുന്നു. കല്ലിടുക മാത്രമല്ല, കല്ലിനുമേൽ കല്ലുവെച്ച് അതിനുമേൽ നിശ്ചയദാർഢ്യവും കഠിനപ്രയത്നവും ചേർത്തുവെച്ചാണ് സർക്കാർ ഓരോ വീടുകളും നിർമ്മിച്ചത്. മനുഷ്യരുടെ ആശയും അഭിലാഷവും വീണുപോകാതെ സ്വന്തമായിട്ടൊരു വീടെന്ന സ്വപ്നം കെട്ടിയുയർത്തിയപ്പോൾ ചൂരൽമലക്കാർക്കും മുണ്ടക്കൈക്കാർക്കും തിരികെ ലഭിച്ചത് അവരുടെ സ്വന്തം നാടിനെ തന്നെയാണ്. ഒരൊറ്റ രാത്രിയിൽ ജീവിതം മുഴുവൻ തലകീഴായി മറിക്കപ്പെട്ടവരായിരുന്നു ഈ നാട്ടുകാർ. ഉറ്റവരും ഉടയവരുമെല്ലാം നഷ്ടമായവരായിരുന്നു അവർ. ഇനി എന്ത് എന്നും എങ്ങനെയെന്നും ആശങ്കപ്പെട്ടിരുന്നവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ ദിവസം. കേരളത്തിൽ ചരിത്രത്തിൽ നല്ല രാജ്യത്തിന്റെ
ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ദിവസം കൂടിയായിരുന്നു ഇന്ന്. നയാ പൈസ കേന്ദ്രം കൊടുക്കാതെ കേരളത്തെ അവഗണിച്ചപ്പോഴും അതെല്ലാം മറികടന്ന് ഇടത് സർക്കാർ പടുത്തുയർത്തിയത് കേവലം 4 ചുവരുകളായിരുന്നില്ല. ജീവിതമേ അവസാനിച്ചു എന്ന് കരുതിയവർക്കുള്ള പുതിയ ജീവിതത്തിലേക്കുള്ള സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. വാഗ്ദാനങ്ങളോ പൊള്ളയായ വാക്കുകളോ ഒന്നുമില്ല. പകരമുള്ളത് ഒരൊറ്റ ഉറപ്പാണ്. ഏത് പ്രതിസന്ധിയിലും ഇടത് സർക്കാർ ചേർത്തുപിടിക്കുമെന്ന ഉറപ്പ്. കൈറ്റ് ഹരിത വിദ്യാലയം 4 ഗ്രാൻഡ് ഫിനാലെ AKG സ്മാരക GHSS പെരളശ്ശേരിയും രാജീവ് ഗാന്ധി മെമ്മോറിയൽ HSS മൊകേരിയും ജേതാക്കൾ. പൊതുവിദ്യാലയങ്ങളുടെ മികവുകൾ പങ്കുവയ്ക്കുന്നതിനായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സംഘടിപ്പിച്ച രാജ്യത്തെ ഏക വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ ആയ കൈറ്റ് ഹരിത വിദ്യാലയം ഗ്രാൻഡ് ഫിനാലെയിൽ കണ്ണൂർ ജില്ലയ്ക്ക് മികച്ച നേട്ടം. സെക്കൻഡറി വിഭാഗം തലത്തിൽ സംസ്ഥാന തലത്തിൽ AKG സ്മാരക GHSS പെരളശ്ശേരിക്ക് 2ാം സ്ഥാനവും രാജീവ് ഗാന്ധി മെമ്മോറിയൽ HSS മൊകേരിക്ക് 3ാം സ്ഥാനവും ലഭിച്ചു. പൊതുസമൂഹത്തിന്റെ സഹായത്തോടെ ലഭിച്ച പശ്ചാത്തല സൗകര്യങ്ങൾ ആസൂത്രണ മികവോടെ എല്ലാ വിദ്യാർത്ഥികളിലും എത്തിക്കുന്ന മികവാണ് കണ്ണൂർ AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രത്യേകത. പഠനം ക്ലാസ് മുറികളിൽ ഒതുക്കാതെ പ്രകൃതിയിലേക്ക് വ്യാപിപ്പിച്ച് പരിസ്ഥിതി സംരക്ഷണം ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതശൈലിയായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്കൂളാണ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ HSS മൊകേരി. മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഈ മേന്മകളാണ് കണ്ണൂരിലെ ഈ 2 സ്കൂളുകളെയും സമ്മാനത്തിന് അർഹമാക്കിയതെന്ന് കൈറ്റ് CEO കെ. അൻവർ സാദത്ത് അറിയിച്ചു. റിയാലിറ്റി ഷോയിലെ മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥിയായി CHMHS എളയാവൂരിലെ ഹബീബ് റഹ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്കൻഡറി തലത്തിൽ 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 8.4 ലക്ഷം, 6.3 ലക്ഷം, 4.2 ലക്ഷം രൂപയാണ് ICT ഉപകരണങ്ങൾ അവാർഡായി ലഭിച്ചു. ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. സംസ്ഥാനത്തെ 825 സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 86 സ്കൂളുകളാണ് കൈറ്റ് ഹരിത വിദ്യാലയം ആദ്യ റൗണ്ടിൽ മത്സരിച്ചത്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത 26 സ്കൂളുകളാണ് 2ാം റൗണ്ടിൽ എത്തിയത്. 2 ലക്ഷത്തോളം കുട്ടികളാണ് വിവിധ ഘട്ടങ്ങളിലായി ഷോയുടെ ഭാഗമായത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ശിലാസ്ഥാപനം നിർവഹിച്ചു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കണ്ണൂർ ജില്ലാ ഓഫീസിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെയും ജില്ലാ റിസോഴ്സ് സെന്ററിന്റെയും ശിലാസ്ഥാപനം കണ്ണൂർ ശിക്ഷക് സദൻ ഹാളിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സാങ്കേതിക മുന്നേറ്റം ഏറെ അഭിമാനകരമാണെന്നും IT മേഖലയിൽ അത്യന്താധുനിക വിദ്യാഭ്യാസം നമ്മുടെ ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. കണ്ണൂർ സയൻസ് പാർക്കിന് സമീപത്താണ് പുതിയ കെട്ടിടം ഉയരുന്നത്. കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ഹൈടെക് ക്ലാസ് മുറികൾ, കൈറ്റ് വിക്ടേഴ്സ്, ലിറ്റിൽ കൈറ്റ്സ്, IT ക്ലബ്ബുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആധുനിക സാങ്കേതിക പരിശീലനങ്ങൾ നൽകുന്നതിനുമുള്ള കേന്ദ്രമായാണ് പുതിയ റിസോഴ്സ് സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. കെട്ടിടത്തിന്റെ രൂപരേഖ പ്രകാശനം കൈറ്റ് CEO കെ. അൻവർ സാദത്ത് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. രവീന്ദ്രൻ, കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സോന ജയറാം, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ E. ബീന, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈനി D. ഡയറ്റ്, പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് കുമാർ, വിദ്യാകിരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുധീർ KC, കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ N. സുജിത്, കണ്ണൂർ TTIMN പ്രിൻസിപ്പൽ KV അഞ്ജന, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ K. സുരേന്ദ്രൻ, KM മക്ബൂൽ എന്നിവർ പങ്കെടുത്തു. പന്ന്യന്നൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംഷീർ നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ഗ്രാമപ്രദേശങ്ങളുടെ 513 ആരോഗ്യ ഉപകേന്ദ്രങ്ങൾക്ക് കെട്ടിട നിർമ്മാണത്തിന് 55.5 ലക്ഷം രൂപ അനുവദിക്കുന്നതിൻ്റെ ഭാഗമായി മേലച്ചമ്പാട് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് 2023-24 വർഷത്തിൽ 27 ലക്ഷം രൂപയും 24-25 വർഷത്തിൽ 27 ലക്ഷം രൂപയും ലഭിച്ചിരുന്നു. ജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കാൻ വെൽനസ് ഹാൾ, ഫാർമസി, ഫീഡിംഗ് റൂം, ഓഫീസ് റൂം, സ്റ്റാഫ് റൂം, വിശ്രമമുറി, ടോയ്ലറ്റ് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 206 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള കെട്ടിടമാണ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായത്. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സ്നോയ് അധ്യക്ഷയായി. പന്ന്യന്നൂർ LSTD അസിസ്റ്റന്റ് എഞ്ചിനീയർ
പി പ്രിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മണിലാൽ മാസ്റ്റർ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി പ്രസീന, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജേഷ്, പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ജസീല നൌഷാദ്, കെ പി ലീല ടീച്ചർ, എൻ പി രാജൻ, അംഗങ്ങളായ നസീർ ഇടവലത്ത്, കെ മോഹൻകുമാർ, എൻ പി രജനി, ടി ഹരിദാസൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം വി ഷീജ, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി അനിൽകുമാർ, ആർദ്രം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ CP വിജോയ്, മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ പവിത്രൻ മാസ്റ്റർ, പന്ന്യന്നൂർ FHSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി അശ്വതി ഭാരത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ബാലൻ, പി ഭാർഗവൻ മാസ്റ്റർ, പി ഹനീഫ, പന്ന്യന്നൂർ രാമേന്ദ്രൻ, സന്തോഷ് ഓടക്കാത്ത് എന്നിവർ പങ്കെടുത്തു. പെരുമാച്ചേരിയിൽ മാവേലി സൂപ്പർ സ്റ്റോർ തുറന്നു. മയിൽ ഗ്രാമപഞ്ചായത്തിലെ പെരുമാച്ചേരിയിൽ ആരംഭിച്ച മാവേലി സ്റ്റോർ ഭക്ഷ്യ സിവിൽ സപ്ലൈ ഉപഭോക്തൃ കാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി GR അനിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പ്രതിമാസം 50 ലക്ഷം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കേന്ദ്രമായി സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മാറിയെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. നാട് മോദിക്കൽ കർമ്മം നിർവഹിച്ചു. സപ്ലൈകോ കണ്ണൂർ ഡിപ്പോയുടെ കീഴിലുള്ള 33ാമത് സ്റ്റോറാണ് ഇത്. സർക്കാരിൻ്റെ ന്യായവില വിപണന ശൃംഖല ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ആരംഭിച്ച മാവേലി സൂപ്പർ സ്റ്റോറിൽ 13 ഇനം സബ്സിഡി സാധനങ്ങളോടൊപ്പം മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കും. മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CC വിനോദ്, മുൻ പഞ്ചായത്ത് അംഗം CK പുരുഷോത്തമൻ നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV അബ്ദുറഹ്മാൻ, മയിൽ പഞ്ചായത്ത് അംഗം P രഞ്ജിത്ത്, കൊളച്ചേരി പഞ്ചായത്ത് അംഗം KP സജീവ്, സപ്ലൈകോ കണ്ണൂർ ഡിപ്പോ മാനേജർ ഷൈൻ മാത്യു, ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു, താലൂക്ക് സപ്ലൈ ഓഫീസർ M സുനിൽകുമാർ, KP ബാലകൃഷ്ണൻ, E വിജയൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മുണ്ടക്കൈ ടൗൺഷിപ്പിലെ 178 കുടുംബങ്ങൾക്കും TV നൽകി DYFI. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സർവ്വം നഷ്ടപ്പെട്ട മുണ്ടക്കൈയിലെ ജനതയെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ DYFIയുടെ സ്നേഹ ഉപഹാരം. കൽപ്പറ്റയിൽ സർക്കാർ നിർമ്മിച്ച പുനരധിവാസ ടൗൺഷിപ്പിൻ്റെ ആദ്യ ഘട്ടത്തിൽ താമസമൊരുങ്ങിയ 178 കുടുംബങ്ങൾക്കും DYFI TV നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ടൗൺഷിപ്പിലെ ആദ്യഘട്ട ഗുണഭോക്താക്കൾക്കാണ് TV ലഭിക്കുന്നത്. 2024 ജൂലൈ 29 രാത്രിയിൽ ഒരു നാടാകെ ഒലിച്ചുപോയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി സർക്കാർ അസാധ്യമായ വേഗത്തിലാണ് പുനരധിവാസം പൂർത്തിയാക്കിയത്. ഒരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളിലേക്കാണ് കുടുംബങ്ങൾ എത്തുന്നത്. നേരത്തെയും ദുരന്തബാധിത മേഖലകളിൽ ഭക്ഷണവും വസ്ത്രവും മരുന്നും എത്തിച്ച് മുൻപന്തിയിലുണ്ടായിരുന്നു DYFI. തലശ്ശേരി ജനറൽ ആശുപത്രി അത്യാഹിത വിഭാഗം തിങ്കളാഴ്ച തുറക്കും. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച അത്യാഹിത വിഭാഗം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സ്പീക്കർ AN ഷംഷീർ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാനായി ചന്ദ്രശേഖരൻ അധ്യക്ഷനാകും. ഷാഫി പറമ്പിൽ MP മുഖ്യ അതിഥിയാകും. വൻകിട സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന സൗകര്യങ്ങളുമായി അത്യാധുനിക ഉപകരണങ്ങളും ജീവൻ രക്ഷാ സംവിധാനങ്ങളുമായാണ് അത്യാഹിത വിഭാഗം സജ്ജീകരിച്ചത്. അഡീഷണൽ കൗണ്ടർ, റിസപ്ഷൻ, പോലീസ് എയ്ഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാഷ്വാലിറ്റിയോട് അനുബന്ധിച്ച് ഉണ്ട്. എമർജൻസി വിഭാഗത്തിൽ ട്രേജ് സിസ്റ്റവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളുടെ രോഗവിവരം കണക്കിലെടുത്ത് 3 ദിശയിലേക്ക് മാറ്റുന്നതിൻ്റെ ഈ സംവിധാനം. ഇതിനായി ചുവപ്പ്, മഞ്ഞ, പച്ച നിറത്തിൽ അത്യാഹിത വിഭാഗത്തെ തരംതിരിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ റെഡ് സോണിലേക്ക് മാറ്റും. ഇവിടെ 4 ബെഡും വെന്റിലേറ്ററും ഓക്സിജൻ സംവിധാനവുമുണ്ട്. യെല്ലോ സോണിൽ 5ഉം ഗ്രീൻ സോണിൽ 6ഉം ബെഡുകളാണുള്ളത്. കുട്ടികളുടെ പരിചരണത്തിനുള്ള ഒരു ബെഡുമുണ്ട്. ബണ്ടുപാലം നാടിന് സമർപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷനിലെ താഴെച്ചുവ ഭാഗത്തെയും അവേര ഭാഗത്തെയും ബന്ധിപ്പിച്ച് കാനാമ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ബണ്ടുപാലം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പശ്ചാത്തല വികസനത്തിൻ്റെ കുതിപ്പിലാണ് കേരളമെന്നും 13 ജില്ലകളിലൂടെ കടന്നുപോകുന്ന 1200 കിലോമീറ്റർ നീളമുള്ള മലയോര ഹൈവേ വലിയൊരു ശതമാനം പൂർത്തിയായതായും മന്ത്രി പറഞ്ഞു. 9 ജില്ലകളിലെ തീരദേശ ഹൈവേ, കംഫർട്ട് സ്റ്റേഷനുകൾ, തുരങ്കപാത, റെയിൽവേ മേൽപ്പാലങ്ങൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു.
രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇറിഗേഷൻ വകുപ്പിൻ്റെ വീതി കുറഞ്ഞ നടപ്പാലം മാത്രമാണ് ഈ പ്രദേശത്ത് മുമ്പ് ഉണ്ടായിരുന്നത്. ബണ്ടുപാലം യാഥാർത്ഥ്യമായതോടെ പാലത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ണൂരിൽ എത്തിച്ചേരുന്നത് കണ്ണൂർ സിറ്റി ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഗേറ്റ്, താഴെചൊവ്വ റെയിൽവേ ഗേറ്റ് എന്നിവ ഒഴിവാക്കി താഴെചൊവ്വ വഴി തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്നതിനും സാധിക്കും. പാലത്തിൽ 8 മീറ്റർ സ്പാനുകളും ഒരു 9 മീറ്റർ സ്പാനുമാണുള്ളത്. 25.7 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലത്തിൻ്റെ ഇരുഭാഗങ്ങളിലും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ട്. സബ് മെരിബിൾ ആയാണ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാലത്തിൻ്റെ അടിത്തറയ്ക്ക് ഫൈൽ ഫൗണ്ടേഷനും നൽകിയിട്ടുണ്ട്. എടക്കാട് ഭാഗത്ത് 147 മീറ്റർ നീളത്തിലും കണ്ണൂർ ഭാഗത്ത് 55 മീറ്റർ നീളത്തിലും താഴെചൊവ്വ ഭാഗത്തേക്ക് 32 മീറ്റർ നീളത്തിലും അനുബന്ധ റോഡുകളും ആവശ്യമായ ഇടങ്ങളിൽ പാർശ്വഭിത്തിയും ഡ്രെയിനേജും റോഡും സുരക്ഷാ ക്രമീകരണങ്ങളും നൽകിയിട്ടുണ്ട്. 3.3 കോടിയാണ് പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉൾപ്പെടെ 3.176 കോടിയുടെ സാങ്കേതിക അനുമതി ലഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ഉമാവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ കെ മുഹമ്മദ് ഷിബിൽ, KP സീന, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M സജിത്ത്, സംഘാടക സമിതി ചെയർമാൻ MP രാജൻ, കൺവീനർ K മഹീന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ C വിനോദ്, A അബ്ദുൽ ലത്തീഫ്, ധീരജ് എന്നിവർ പങ്കെടുത്തു. വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. കൂടാളി പൊതുജന മനസ്സിലാക്കുന്നതിൻ്റെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. കൂടാളി ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ അന്തരിച്ച KT സുധാകരൻ മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ വായനശാല പ്രസിഡന്റ് PK വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. KT സുധാകരൻ മാസ്റ്ററെ അനുസ്മരിച്ചുകൊണ്ട് M സുകുമാരൻ മാസ്റ്റർ സംസാരിച്ചു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി P കുഞ്ഞിരാമൻ നായരുടെ കവിതകളെക്കുറിച്ചുള്ള ആസ്വാദനം EPR വൈശാല നടത്തി. വേദിയിൽ വെച്ച് KT കൃഷ്ണകുമാർ വളരെ വിലപ്പെട്ട കുറേ പുസ്തകങ്ങൾ വായനശാലക്ക് കൈമാറി. സെക്രട്ടറി P കരുണാകരൻ മാസ്റ്റർ സ്വാഗതവും ഡോക്ടർ AK പ്രശാന്ത് നന്ദിയും പറഞ്ഞു. കമ്മ്യൂണിറ്റി ഫോർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിറ്റി ഫോർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്ന അംഗത്വ വിതരണം സ്റ്റേറ്റ് കോർഡിനേറ്റർ K ചന്ദ്രബാബു, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ RT ശശികലക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സംഘർഷ അവസ്ഥയിലും പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിരപരാധികളായ മനുഷ്യരുടെ ജീവഹാനിയിലും ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നതോടൊപ്പം ലോകരാഷ്ട്രങ്ങൾ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിൽ ഇടപെട്ട് സംഘർഷത്തിന് അയവ് വരുത്താൻ ശ്രമിക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. കണ്ണൂർ മഹാമന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ T വിനോദിനി, K വിനോദ് മാസ്റ്റർ, സതീശൻ മിന്നാടൻ, ഋഷിയേഷ്, K റോജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. CH അബൂബക്കർ ഹാജിയുടെ ആത്മകഥ പ്രകാശനം ചെയ്തു. 6 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിൻ്റെ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായ വ്യക്തിത്വം CH അബൂബക്കർ ഹാജിയുടെ ആത്മകഥ പ്രകാശനം ചെയ്തു. 89-ാം വയസ്സിലെത്തിയ അബൂബക്കർ ഹാജിയുടെ ദീർഘകാലത്തെ വൈവിധ്യമാർന്ന ജീവിത അനുഭവങ്ങളും ജീവിത യാത്രയിൽ കണ്ടുമുട്ടിയ മനുഷ്യരും സാഹചര്യങ്ങളും ഉൾക്കൊള്ളുന്ന ആത്മകഥ പ്രകാശനം സ്പീക്കർ AM ഷംസീർ നിർവഹിച്ചു. മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ആദ്യപ്രതി ഏറ്റുവാങ്ങി. കണ്ണൂരിലെ പൗരാവലി സംഘടിപ്പിച്ച ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ മഹേഷ് ചന്ദ്രപാലിക അധ്യക്ഷനായി. ജനറൽ കൺവീനർ പ്രൊഫസർ PK ജഗന്നാഥൻ രചയിതാവിനെയും താഹമാടായി പുസ്തകവും പരിചയപ്പെടുത്തി. KV സുമേഷ് MLA, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ്, മുൻ മന്ത്രി PK ശ്രീമതി, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാമേഖലയിലെ കായിക മേഖലയിലെ പ്രമുഖരായ MV ജയരാജൻ, U ഷറഫലി, മാർട്ടിൻ ജോർജ്, അബ്ദുൽ കരീം ചേരേരി, PMA ഗഫൂർ, റിജുൽ മാർക്കറ്റ്, PP സതീശൻ, VP അബ്ദുൾ റഷീദ്, KV ഷക്കീൽ, C സുനിൽകുമാർ, VK അബ്ദുൽ നിസാർ, C അനുകുമാർ, C അബ്ദുൽ കരീം, കാരയിൽ സുകുമാരൻ, C രാജൻ, രാംദേശ് കൺട്രോൾ, സജീവൻ ചെല്ലൂർ, ഷാഹിൻ പള്ളിക്കണ്ടി, VP പവിത്രൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.